അങ്ങനെ ഓണം വന്നെത്തി. എവർക്കും നന്മയുടെയും ഒരുമയുടെയും സമ്പദ് സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും ഐശ്വര്യത്തിന്റെയും സമാധാനത്തിന്റെയും ഓണാശംസകൾ നേരുകയാണ്. നമസ്കാരം. ഓണം എന്നത് ചാകരയാണ് ബിസിനസ്സുകാർക്ക്, കാറ്ററിംഗുകാർക്ക്, അങ്ങനെ ഒട്ടനവധി 56,000 കോടിയോളം രൂപ ചെലവാക്കുന്ന ഒരു ഫെസ്റ്റിവൽ. ചെലവാക്കുന്ന മീൻസ് മലയാളികളിൽ നിന്ന് ബിസിനസ്സുകാരിലേക്ക് നീക്കപ്പെടുന്ന തുകയാണ് 56,000 കോടിയോളം രൂപ. മദ്യത്തിനാവട്ടെ, ടെക്സ്റ്റൈൽസിനാവട്ടെ, സ്വർണത്തിനാവട്ടെ, കാറ്ററിംഗ് ആവട്ടെ, അങ്ങനെ നീളുകയാണ്. അതുപോലെ തന്നെ ചാകരയാക്കുന്ന ഒരു വിഭാഗമുണ്ട്, നെടുങ്കങ്കുപ്പായക്കാര്, ലോഹയിട്ടവര്, അല്ലേ, കാവ്യ വസ്ത്രമിട്ടവര്. അതുപോലെ തന്നെ താടി വെച്ചവരും തൊപ്പി വെച്ചവരും ഒക്കെയായി. അതായത് ക്രൈസ്തവ വൈദികര്, സന്യാസിനികൾ, സ്വാമികൾ, അതുപോലെ മുസ്ലിംസിന്റെ മത നേതാക്കൾ. എന്താണ് ചാകര? ഈ ഓണത്തെ തള്ളിപ്പറയൽ. ഓണത്തെ തള്ളിപ്പറയൽ വർഷങ്ങളായിട്ടുള്ളതാണ്. ഓണം ആഘോഷിച്ചാൽ അത് അങ്ങനെ സംഭവിക്കും, ഓണം ആഘോഷിച്ചാൽ ഇങ്ങനെ സംഭവിക്കും എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയും ഞാൻ കഴിഞ്ഞ ദിവസം കേട്ടു, നിങ്ങൾ ഓണം ആഘോഷിക്കേണ്ടതില്ല എന്ന് പറയുന്നത്. അതെ, ഇങ്ങനെ പറയുന്നത് കൊണ്ട് എന്ത് നേട്ടമാണുള്ളത്? ഓണം എന്നത് മലയാളികളുടെ ആഘോഷമാണ്. പല സ്റ്റേറ്റുകളും ഏറ്റെടുത്തിരിക്കുന്ന ഒരാഘോഷമാണ്. കാരണം അവർ ബിസിനസ് എന്നതാണ്. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓണം എന്നത് ദേശീയോത്സവം എന്ന് പറയുന്നു. പലരും പറയുന്നതാണ്. പക്ഷെ ദേശീയോത്സവമാണോ? ദേശീയോത്സവം എന്ന് പറയുന്നത് എന്താണ്? സെൻട്രൽ ഗവൺമെന്റ് പ്രഖ്യാപിക്കുന്ന എല്ലാ സ്റ്റേറ്റിലും ബാധകമാകുന്ന ഒന്നിനെയാണ് ദേശീയോത്സവം എന്ന് പറയുന്നത്. അപ്പൊ ഇതെന്തായിരിക്കും? സംസ്ഥാനോത്സവമാണ്. 1961 കേരളത്തിന്റെ 2ാമത്തെ മുഖ്യമന്ത്രിയായ ശ്രീ പട്ടം താണിപ്പിള്ളയാണ് ഓണത്തെ കേരളത്തിന്റെ സംസ്ഥാനോത്സവമായി പ്രഖ്യാപിച്ചത് എന്നറിയുക. ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് ഈ ഓണമൊന്നും ശക്തമായ രീതിയില്ലായിരുന്നു, ഈ അവധികളില്ലായിരുന്നു. ബ്രിട്ടീഷുകാർ കാലത്തായാലും മഹാരാജാക്കന്മാരുടെ കാലത്തായാലും പ്രാദേശികമായ ചില അവധികൾ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഈ ആഘോഷങ്ങളൊക്കെ എന്നാ തുടങ്ങിയത്? എനിക്ക് തോന്നുന്നത് 1980 കഴിഞ്ഞോ, 90-നും ഇടയ്ക്കാണ് ആഘോഷങ്ങൾ ആയി തുടങ്ങിയത്. പിന്നെ ഓരോ ഓഫീസുകളിലും ഓരോ സ്ഥലങ്ങളിലും, ഇന്ന് പലയിടങ്ങളിലുമുണ്ട്. എവിടെയും ഒരുമയും സ്നേഹമൊന്നുമില്ല, അവിടെ ഒരു ടൈം പാസ് എന്ന തലത്തിലേക്ക് ആണ് ഓണാഘോഷങ്ങൾ. കഴിഞ്ഞ 2 സ്ഥലങ്ങളിൽ അടിയുണ്ടായിരുന്നു. ഓണത്തല്ലല്ല, ഈ പ്രശ്നത്തിൽ തല്ലി. പിന്നെ ഒത്തിരി സ്ത്രീകൾക്ക് അതുകൊണ്ട് മെച്ചമാണ്, ആ ടെക്സ്റ്റൈൽസുകാർക്കാണ് മെച്ചം. അവരുടെ ഡ്രസ്സ് അങ്ങനെ ഇങ്ങനെ ഒക്കെയാണ്. അപ്പൊ അതുപോലെ അവർക്ക് സെലിബ്രേറ്റ് ചെയ്യാനുള്ള ദിവസമാണിത്. സെലിബ്രേഷൻ ആണല്ലോ ഇന്ന് എല്ലാവരുടെയും മുന്നിലുള്ളതും മനസ്സിലുള്ളതും ഹൃദയത്തിലുള്ളതും. അവരെ സംബന്ധിച്ചിടത്തോളം ഏത് സമയവും സെലിബ്രേറ്റ് ചെയ്യാനുള്ള വസ്ത്രത്തിലൂടെ ആയാലും എങ്ങനെയായാലും ഒരു അടിച്ച് പൊളി, അതാണ് ഓണാഘോഷം. ഓണം ഒരു മതത്തിൻ്റെത് അല്ല എന്ന് പ്രഖ്യാപിക്കുകയാണ് പല ഓഫീസുകളിലും പല സ്ഥാപനങ്ങളിലും ഓണം ആഘോഷിക്കുന്നവരെ. മലയാളികൾ എവിടെയുണ്ട്, അവിടെ ഓണവും ഓണക്കളികളും ഓണസദ്യകളും ഓണാഘോഷങ്ങളുണ്ട്. ഇപ്പൊ ഓണത്തല്ലുമുണ്ട്. ഓണത്തിനായി ആരും ഒരു സ്ഥലത്തും വേലി കെട്ടേണ്ടതില്ല എന്ന് ഞാൻ പറഞ്ഞു കൊള്ളട്ടെ. ഒരു പടിയടക്കേണ്ടതുമില്ല ഒരിടത്തും. ഒരു മതത്തിനും അവകാശം പറയേണ്ടതുമില്ല. ഒരു മതവും അതിനെ നിരോധിക്കേണ്ടതുമില്ല എന്നതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ചരിത്രങ്ങളിലൂടെയും അനുഭവങ്ങളിലൂടെയും ഓണം ഇപ്പോൾ ആഘോഷങ്ങൾ എന്നതിനേക്കാൾ പഴമയുടെ പങ്കുവയ്ക്കലുകളും ഓർമ്മപ്പെടുത്തലുകളും സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ആഘോഷമാണ്. ഗൃഹാതുരത്വത്തിൻ്റെ ബഹിസ്ഫുരണങ്ങൾ തന്നെയാണ് ഇന്നത്തെ ഓണം. ഓണത്തെപ്പറ്റി ഞാൻ അല്പം പറയുകയാണ്, അല്പം പിന്നോട്ട് പോവുകയാണ്. ഓണത്തെ അന്വേഷിച്ച് പുരാണങ്ങളിലും ചരിത്രങ്ങളിലും ഞാനൊന്ന് ചുറ്റി സഞ്ചരിച്ചു. വിവിധ നിറങ്ങളും
സ്ഥലങ്ങളും ദേശങ്ങളും ഞാൻ കണ്ടെത്തി. അതിലേതാണ് ശരി എന്ന കൺഫ്യൂഷനിലായിരുന്നു ഞാൻ. നിങ്ങളും ഒരുപക്ഷെ അങ്ങനെ ആവാം. നാം ചോദിച്ചു പോകും, ഏതാണ് സത്യമെന്നത്. പല ചരിത്രകാരന്മാരും ഓണത്തെ അവർ വെട്ടുന്ന വഴികളിലൂടെ നടത്തിയിട്ടുണ്ട്. ഓണത്തിന്റെ ചരിത്രത്തിൽ തമിഴ്നാടിനെയും ഞാൻ ചേർക്കുകയാണ്. ഞാൻ വഴിവെട്ടുക എന്നുദ്ദേശിക്കുന്നത്, ഞാൻ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ കൂടി കണ്ടു ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ പറയണ, എൻ്റെ കാരണവന്മാരെ നോക്കുമ്പോൾ ഇത്രാമത്തെ തലമുറയിൽ പെടുന്നതാണ് മഹാബലി എന്നാ പറയുന്നത്. എങ്ങനെ വിശ്വസിക്കും? എങ്ങനെ വിശ്വസിക്കാതിരിക്കും? അതാ പറയുന്നത്, ചിലര് തങ്ങളോട് ചേർത്ത് കെട്ടും ചില ചരിത്രങ്ങളൊക്കെ, ചില പുരാണങ്ങളൊക്കെ. സംഘകാല കൃതിയായ മധുരൈ കാഞ്ചിയിൽ ഓണത്തെപ്പറ്റി പരാമർശിക്കുന്നുണ്ട്. അതെവിടത്തെയാണ്? തമിഴ്നാട്ടിലെ. കർണാടകത്തിനെയും ആന്ധ്രയെയും ഒറീസ, അതായത് ഒഡീഷയെയും ചരിത്രകാരന്മാർ ഈ ഓണാഘോഷത്തിൽ പങ്കുകാരാക്കുന്നുണ്ട്. അതിനായി നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ചരിത്ര തെളിവുകൾ അവർ നിരത്തുന്നുമുണ്ട്. എന്തിനധികമാണ് ഞാൻ പറയേണ്ടത്? ഓണത്തെ ഇന്ത്യക്ക് പുറത്തോട്ടും ചരിത്രകാരന്മാർ കൊണ്ടുപോകുന്നുണ്ട്. പുരാതന ഇറാഖിലെ അസീറിയയിൽ നിലനിന്നിരുന്ന ഒരാഘോഷമായിരുന്നെന്നും അവരുടെ ഇന്ത്യയിലേക്കുള്ള കുടിയേറ്റം വഴിയാണ് ഓണം നമ്മുടെ കേരളത്തിൽ എത്തിയതെന്നും പറയുന്നുണ്ട്. മനസ്സിലാക്കുക. ഓണത്തിന് മുമ്പ് നമ്മൾ എവിടെ ചെന്നു? ആ ഇറാഖിൽ വരെ നാം എത്തി. ഓണത്തിന് ഇന്ദ്രവിഴ, ശ്രാവണം ഉദ്ദേശിക്കുന്നത് ശ്രീബുദ്ധനോട് ബന്ധപ്പെട്ട, ശ്രീബുദ്ധനെ കൂടി ബന്ധപ്പെട്ടും ഈ ഓണാഘോഷത്തെ പറയുന്നുണ്ട്. ആവണം തുടങ്ങി വ്യത്യസ്തമായ പേരുകൾ പഴമയിലേക്ക് എത്തി നോക്കുമ്പോൾ നമുക്ക് ഓണത്തെ പറ്റി കണ്ടുമുട്ടാനാകുന്നുണ്ട്. മഹാബലിയാണ് നമ്മൾ ഓണത്തിൽ സ്മരിക്കുന്നതും. ഇന്ദ്രസേനൻ എന്ന മഹാബലിയെ ചവിട്ടി താഴ്ത്തിയെന്ന ഐതിഹ്യമാണല്ലോ നാം കുട്ടിയായ കാലം തൊട്ട് തൊട്ടറിയുന്നതും. ഒരു വാമനായിട്ട് അല്ലെങ്കിൽ മഹാബലിയായിട്ട് പല പല രൂപങ്ങളിലാണ് നാം ഇന്ന് കാണുന്നത്. ആ ഐതിഹ്യമാണ് പലർക്കും അറിയുന്നതും. അതിൽ സത്യം എത്രത്തോളം ഉണ്ടെന്നറിയുന്നില്ല. എങ്കിലും ഞാനെന്ന് പറഞ്ഞു കൊള്ളട്ടെ, ശ്രീമദ് ഭാഗവതത്തിലെ അഷ്ടമസ്കന്ധത്തിലെ 18 മുതൽ 23 വരെ അധ്യായങ്ങളിലായാണ് ശ്രീ മഹാബലിയെ പറ്റി പറയുന്നതും നാം അതിലൂടെ അറിയുന്നതും. അതിലൊന്നും പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി എന്ന് പറയുന്നില്ല എന്ന് മനസ്സിലാക്കുക. ഒരു കാര്യം മനസ്സിലാക്കുക, രണ്ട് ലോകവും വാമനൻ അല്ല. മഹാവിഷ്ണു വാമനന്റെ രൂപത്തിൽ വന്നിട്ട് വാമനൻ ചവിട്ടിയെടുക്കുന്നു രണ്ട് ലോകങ്ങൾ. പക്ഷെ ചിന്തിക്കുക, മഹാബലി 3 ലോകങ്ങൾക്കും അധിപനായിരുന്നു. കാരണം അദ്ദേഹം വെട്ടിപ്പിടിച്ചതായിരുന്നു ഭൂമിയും സ്വർഗവും പാതാളവും. അപ്പൊ എങ്ങനെയാണ് അവിടെ 2 ലോകമായി മാറുന്നത്? 2 ലോകത്തെ അളന്നെടുക്കുകയും 3ാമത്തെ ലോകത്തിന് തല കാണിച്ചു കൊടുക്കുകയും പാതാളത്തേക്ക് വിടുകയും ചെയ്യുന്നു. അവിടുത്തെ രാജാവാക്കി. മഹാബലിയായിരുന്നു ആക്ച്വൽ പാതാളത്തിലെ രാജാവ്. പിന്നെ എങ്ങനെയാണ് പാതാളത്തിലെ രാജാവാക്കാൻ പറ്റുന്നത്, മഹാരാജാവാക്കാൻ പറ്റുന്നത്? അപ്പൊ മനസ്സിലാക്കുക, 3 ലോകങ്ങളുടെയും അധിപനായ മഹാബലിയെ അവിടെ 2 ലോകമാക്കി മാറ്റി, 1 ലോകം മാറ്റിവെച്ചു. സത്യത്തെ തേടിപ്പോകുമ്പോൾ നാം ഈ ഓണത്തിന് ഒത്തിരി ഐതിഹ്യങ്ങൾ ഉണ്ടെന്നറിയാം. മഹാബലി വാമൻ എന്ന് പറയുമ്പോൾ ഒറ്റൊന്നാണ്. അതിൻ്റെ ചരിത്രങ്ങളിൽ എല്ലാത്തിലേക്കും ഞാൻ പോകുന്നില്ല. ഞാൻ ബ്ലോഗ് ചെയ്തിട്ടുണ്ട് 3-4 വർഷത്തിന് മുമ്പ്. അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. തൃക്കാക്കരയിൽ വെച്ച് മഹാബലിയെ വാമനൻ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി എന്നതിന് ഞങ്ങളൊരു വേർഷൻ തമാശയ്ക്കൊക്കെ പറയാറുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഷിബുമോൻ സി ജോസഫ്. പാതാളത്തിലാണ് അവൻ്റെ വീട്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ തമാശയ്ക്ക് പറയുന്ന ഒന്നാണ്, തൃക്കാക്കര എന്നത്
എറണാകുളത്തിനടുത്ത്, ഞങ്ങൾക്ക് കുറച്ച് കിലോമീറ്ററേ ഉള്ളൂ. അതായത് എറണാകുളം കളക്ടറേറ്റ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം, അതിന് ഏതാനും കിലോമീറ്റർ മാത്രം ദൂരെയുള്ള കളമശ്ശേരിക്ക് അടുത്തുള്ള സ്ഥലമാണ് പാതാളം എന്ന സ്ഥലം. മഹാബലിയെ അന്ന് വാമനൻ തൃക്കാക്കരയിൽ നിന്ന് ഒരു ചവിട്ടിയപ്പോൾ ആ പാതാളത്തിലേക്കാണ് വീണതെന്നാണ് ഞങ്ങളൊക്കെ തമാശയ്ക്ക് പറഞ്ഞിരുന്നത്. ഏവർക്കും സ്വീകാര്യനായിരുന്ന ദേവന്മാരിലെ ഒരു വിഭാഗം ഒഴിച്ച് ജനങ്ങൾക്ക് പ്രിയങ്കരനായ മനുഷ്യസ്നേഹിയായ ശ്രീ മഹാബലി ചക്രവർത്തിയെ ചവിട്ടിത്താഴ്ത്തിയ വാമനനെ ഓണത്തിൽ സ്മരിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ അതിനെ നമ്മൾക്കും പലർക്കും ന്യായീകരിക്കാനോ നീതീകരിക്കാനോ കഴിയില്ലല്ലോ. എന്നാൽ അതിൻ്റെ യാഥാർത്ഥ്യം അറിയുമ്പോഴാണ് തൃക്കാക്കരയപ്പനായി വാമനനെ നാം ആരാധിക്കുന്നതും. ആയതിനാൽ നമ്മൾക്ക് ശ്രീമദ് ഭാഗവതത്തിലെ മഹാബലിയെ പറ്റി എന്താണ് പറയുന്നതെന്ന് ഒന്ന് നോക്കാം. ദേവഗണം, അസുരഗണം, രാക്ഷസഗണം എന്നീ 3 ഗണങ്ങൾ പറയുന്നു. അസുരന്മാരും രാക്ഷസന്മാരും ഒന്നാണോ? ഒന്നാണെന്ന് ചിലർ പറയുന്നു, പക്ഷെ ഒന്നല്ല. നാം ജ്യോതിഷങ്ങളിലേക്ക് പോകുമ്പോൾ എന്താ കാണുന്നത്? ദേവഗണം, മനുഷ്യഗണം, രാക്ഷസഗണം എന്നാണ്. അവിടെ അസുരഗണം കാണുന്നില്ല. അപ്പൊ പല തലങ്ങളിൽ നോക്കുമ്പോൾ അങ്ങനെയാണ്. ഒരു അസുര ചക്രവർത്തി എന്ന് പറഞ്ഞെങ്കിൽ രാക്ഷസ ചക്രവർത്തി എന്നാണോ ഉദ്ദേശിക്കുന്നത്? അല്ല. ചിലരെങ്കിലും ആ ഒരു തലത്തിൽ കാണും. അസുരനും ദേവന്മാരും രണ്ടും ഒരു പിതാവിന്റെ മക്കളാണ്. അറിയാവോ? കശ്യപ മഹർഷിയുടെ മക്കളാണ്. അതിന്റെ ചരിത്രം ഞാൻ പിന്നീട് പറഞ്ഞുതരാം. അവരെങ്ങനെ ദേവഗണമായെന്നും അവരെങ്ങനെ അസുരഗണമായെന്നും. ഇനി നമുക്ക് ശ്രീമദ് ഭാഗവതത്തിലെ ഒരു ഭാഗത്തിലേക്ക് ഞാൻ വരികയാണ്. മഹാബലി ചക്രവർത്തിയെ പറ്റി. ആ കഥാസന്ദർഭം അനുസരിച്ച് മഹാബലി ചക്രവർത്തിയെ വാമനമൂർത്തി പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയില്ല. വാമനനെ അവതരിച്ച സാക്ഷാൽ വിഷ്ണു ഭഗവാൻ കാൽപാദം മഹാബലിയുടെ ശിരസിൽ വെച്ച് അനുഗ്രഹിച്ചിട്ട് പിതാമഹനായ ഭക്ത പ്രഹ്ലാദൻ ഉൾപ്പെടെയുള്ള കുടുംബത്തോടും അനുയായികളോടും കൂടി സ്വർഗത്തെക്കാൾ സുന്ദരമായ സുതലത്തിൽ സകല സുഖത്തോടും കൂടി വസിക്കാൻ അനുവദിച്ചു എന്നും മറ്റെല്ലാ പ്രശ്നങ്ങളിൽ നിന്നും അവരെ സംരക്ഷിച്ചു എന്നാണ്. മഹാബലി ആരുടെ മോനാണ്? വീരോചനന്റെ മോനാണ്. വീരോചനൻ ആരുടെ മോനാണ്? പ്രഹ്ലാദന്റെ മോനാണ്. പ്രഹ്ലാദൻ എന്ന് പറഞ്ഞാൽ ആരാണെന്നറിയാലോ? ഹിരണ്യകശിപുവിന്റെ മകനാണ്. അറിയാം, നരസിംഹമൂർത്തി അല്ലേ? നരസിംഹമൂർത്തിയിലൂടെ വധിക്കപ്പെട്ടതാണ് ഹിരണ്യകശിപു. ആ ഹിരണ്യകശിപുവിന്റെ മകനാണ് പ്രഹ്ലാദൻ. വിഷ്ണുവിനെ സദാ നേരവും വിളിച്ചുകൊണ്ടിരുന്ന പയ്യൻ അല്ലേ? ആ കൊച്ചു പയ്യൻ, നമുക്കെല്ലാം അതിന്റെ ചരിത്രം അറിയാം. അദ്ദേഹത്തിന്റെ മകനായ വീരോചനൻ, അദ്ദേഹത്തിന്റെ മകനായ ഇന്ദ്രസേനൻ, അതാണ് മഹാബലി. മഹാബലിയുടെ ചരിത്രങ്ങളൊക്കെ നോക്കുമ്പോഴാണ് അദ്ദേഹത്തെ ആരാധിക്കേണ്ട, അദ്ദേഹത്തെ ഓർക്കേണ്ട കാര്യങ്ങൾ വരുന്നത്. ഞാൻ മറ്റൊരു വീഡിയോയിൽ ഞാൻ തരാം, രാഷ്ട്രന്റെ, അതിൽ പറയാം എന്തുകൊണ്ടാണ് മഹാബലിയെ നാം ആരാധിക്കേണ്ട കാരണമെന്ന്. മഹാവിഷ്ണു സുതല ദ്വാരത്തിൽ കയ്യിൽ ഗദയും ധരിച്ച് കാവൽക്കാരനായി നിലകൊണ്ടു എന്നും ശ്രീ മഹാഭാഗവതം പറയുന്നുണ്ട്. ഓണത്തിന്റെ ഐതിഹ്യങ്ങളിലേക്കും പുരാണങ്ങളിലേക്കും ചരിത്രലേഖകളിലേക്കും പോയാൽ പല നായകരെയും കാണാനാകും. മഹാബലി മാത്രമല്ല, വാമനനെ, പരശുരാമനെ, മഹാവിഷ്ണുവിനെ, ശ്രീബുദ്ധനെ, ചേരമാൻ പെരുമാൾ, ധാന്യദേവൻ, സമുദ്രഗുപ്തൻ മഹാരാജാവ് എന്നിങ്ങനെ പല പേരുകളും രേഖകളിലും കഥകളിലും നാം കാണാം. ഈ പറഞ്ഞ പേരുകളുടെ എല്ലാം ഓണവുമായി ബന്ധമുണ്ട്. ഞാൻ വിശദമായി പറയുന്നില്ല. ഓണവുമായി ബന്ധപ്പെട്ട കുറച്ച് പേരുകൾ തന്നെയാണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത്. ഓണത്തെ പലവിധ വേരുകളിൽ കെട്ടാൻ ശ്രമിക്കുമ്പോഴും അറിയണേ അതിൻ്റെ നൂറ്റാണ്ടുകളിലൂടെയുള്ള ചരിത്രങ്ങളെല്ലാം ചരിത്രകാരന്മാരിലൂടെ നമുക്ക് കിട്ടും.
ഈ ചരിത്രങ്ങളെല്ലാം ഒന്ന് ഓടിച്ചു നോക്കിയാൽ വിദേശ ചരിത്രകാരന്മാരും ഓണത്തെപ്പറ്റി കുറിച്ചിട്ടുണ്ട് തങ്ങളുടെ ചരിത്രത്താളുകളിൽ. എങ്കിലും അതിനെല്ലാം ആത്യന്തികമായി പറയുന്ന ഒന്നുണ്ട്: ഓണം വിളവെടുപ്പുത്സവമാണെന്നും കൊയ്ത്തുത്സവമാണെന്നും കർക്കിടകത്തിലെ മഴക്കാലം കഴിഞ്ഞു വരുന്ന വ്യാപാരോത്സവം പൊന്നിൻ ചിങ്ങമാസമായത് അങ്ങനെയാണ്. കപ്പലിലൂടെ പൊന്ന് കൊണ്ടുവരുന്ന മാസമാണ് ആ മാസം. പുറത്ത് ഔട്ട്സൈഡിൽ നിന്നാണ് സ്വർണം വരുന്നത്. ആ പൊന്നിൻ ചിങ്ങമാസം നമ്മളുടെ സമ്പദ് സമൃദ്ധിയുടെ കാലം, കാണം വിറ്റും ഓണമുള്ള ഉണ്ണുന്ന ആ കാലത്തേക്കാണ് അവർ കപ്പലിൽ സ്വർണമായി വരുന്നത്. അതുകൊണ്ടാണ് പൊന്നിൻ ചിങ്ങമാസം എന്ന് പറയുന്നത്. അങ്ങനെ കണ്ടാൽ അറിഞ്ഞാൽ ഏത് മതക്കാരും ഓണത്തിനായി തങ്ങളുടെ മതത്തിന്റെയും ഭവനത്തിന്റെയും ഹൃദയത്തിന്റെയും വാതായനങ്ങളും പഞ്ചേന്ദ്രിയങ്ങളും തുറന്നിടാനാകും. ആകട്ടെ, ഏവർക്കും വീണ്ടും ഓണാശംസകൾ നേരുകയാണ്. കാരണം ഇത് ഒരു മതത്തിന്റെയും വേലിക്കെട്ടിൽ പെടുന്നതല്ല എന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഏവർക്കും കൈനീട്ടി സ്വീകരിക്കാം ഓണത്തെയും ഓണത്തപ്പനെയും. പക്ഷേ അവിടെ ഈ വിലക്കുകൾ വരുമ്പോൾ അത് മതത്തിൻ്റെതാണ്. ഈ മതം എന്നുണ്ടായി? 5000 വർഷങ്ങൾക്ക് മുമ്പ് മതങ്ങളില്ല, ഒരു മതവുമില്ല. ഏതെങ്കിലുമൊക്കെ പ്രാകൃത മതം ഉണ്ടെന്നാ പറയുന്നത്. അവിടെ ക്രിസ്തുവില്ല, അവിടെ ബുദ്ധനില്ല, അവിടെ മുഹമ്മദ് നബിയില്ല, അവിടെ കൃഷ്ണനുമില്ല, വിഷ്ണുവുമില്ല. ചിന്തിക്കണം. നാം ഒരു പാട്ട് കേട്ടിട്ടില്ലേ? എന്താണ് പാട്ട് പറയുന്നത്? മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു. അതെ, അതാണിവിടെ. മതങ്ങളാണ് ദൈവങ്ങളെ സൃഷ്ടിച്ചത്. അതായത് മതങ്ങളെ സൃഷ്ടിച്ചത് മനുഷ്യനാണ്. പിന്നെ എന്തിനാണ് ഓണത്തെ, ഒരു വിളവെടുപ്പുത്സവത്തെ മാറ്റി നിർത്തുന്നത്, അല്ലെങ്കിൽ തൊട്ടുകൂടായ്മ വരുന്നത്, തീണ്ടിക്കൂടായ്മ വരുന്നത്? വിളിച്ചുകൊണ്ട് വാ നിങ്ങളുടെ വീട്ടിലേക്ക്. ഓണത്തെയും ഓണ ആഘോഷത്തെയും ഓണ സദ്യയെയും എവിടെയും ആഘോഷിക്കട്ടെ. അവിടെയെങ്ങും നിങ്ങൾ ഒരൈതിഹ്യങ്ങളും കൂട്ടിച്ചേർക്കില്ലേ. നിങ്ങൾ കൂട്ടിച്ചേർക്കുന്ന ഐതിഹ്യത്തിന് യാഥാർത്ഥ്യവുമായി ബന്ധമില്ലെന്ന് കൂടി നിങ്ങൾ അറിയുക. ശ്രീമദ് ഭാഗവതത്തിലെ ആ ഒരു കാര്യം തന്നെ നിങ്ങൾക്ക് അറിയാലോ. മഹാവിഷ്ണു എന്താണ് അദ്ദേഹത്തോട് ചെയ്തത്? ചവിട്ടിത്താഴ്ത്തുകയല്ലല്ലോ ചെയ്തത്. സകുടുംബം അദ്ദേഹത്തെ സ്വീകരിച്ച് സ്വർഗത്തിലേക്ക് ആക്കുകയും ഒരു സുത്തലം എന്ന അവസ്ഥയിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. പാതാളത്തേക്ക് വിടുന്ന കാര്യം അവർ പറഞ്ഞിട്ടില്ല. ലോകത്തിലെ എല്ലാ മലയാളികളുടെയും ആഘോഷമായ നമ്മുടെ ഓണത്തെ പോലും പാർശ്വവൽക്കരിക്കപ്പെടുകയാണ് പല സ്ഥലങ്ങളിലും, പല വേദികളിലും, പല കൂട്ടായ്മകളിലും. ഏതൊരാഘോഷങ്ങളുടെയും അന്തസത്ത അവ ഉൾക്കൊള്ളുന്നവരുടെ മനസ്സിന്റെ വിശാലതയാണ് പുറത്തു കൊണ്ടുവരുന്നത്. തീർച്ചയായിട്ടും ആ ഒരു കാര്യം മനസ്സിലാക്കുക. ഓണത്തെ ഒരു മതത്തിന്റെയും മതക്കെട്ടിലൊതുക്കാനോ ക്ഷേത്രത്തിന്റെ ഉള്ളിലൊതുക്കാനോ ഒടുങ്ങാനും വിട്ടുകൊടുക്കാനും തയ്യാറാകാത്ത ഒരു വലിയ സമൂഹം നമ്മൾക്കുണ്ട്, കേരളത്തിലുണ്ട്, മലയാളി മനസ്സിലുണ്ട് എന്നത് അഭിമാനകരവും അഭിനന്ദനീയവുമാണ്. ലോകത്തിന്റെ മുന്നിൽ നമ്മെ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന ചിന്തയിൽ നിലനിർത്താനാകുന്നതും ആക്കുന്നതും അതാണ്. നമ്മെ ഇന്ത്യയുടെ അഭിമാനവുമാക്കുന്നതും കേരളത്തിലെ മതങ്ങൾക്കും ജാതികൾക്കും അതീതമായ ഈ ഹൃദയം നിറഞ്ഞ കൂട്ടായ്മ തന്നെയാണ്. പലരും പല വേഷങ്ങളിലും ഭാഷകളിലും എത്തി ഈ കൂട്ടായ്മയുടെ അടിത്തറകൾ ഇളക്കാൻ. പലയിടങ്ങളിലും തീപ്പൊരി കനലുകളാകാതെ വെറും ചാരമാക്കാനേ കഴിഞ്ഞുള്ളൂ. അത് നമ്മുടെയൊക്കെ ഹൃദയത്തിന്റെ വലിപ്പമാണ്. ഗോപാലകൃഷ്ണനും മാനുവലും വാഹിദും ഒരുമിച്ച് ഭക്ഷണം കഴിച്ചത് കൊണ്ടോ, ഒരുമിച്ച് ജോലി ചെയ്തത് കൊണ്ടോ, ഷാജീവനും നജീബും മാനുവലും ഒരുമിച്ച് പഠിച്ചിരുന്നത് കൊണ്ടോ, ശിവരാമൻ ചേട്ടനും മാനുവലും ഹമീദിക്കയും ജോബും ഒരു അടുക്കളയിൽ ഒരു പാത്രത്തിൽ ഭക്ഷണം വെച്ച് ഒരുമിച്ച് ഒരു മുറിയിൽ ഒരു മേശയ്ക്ക് ചുറ്റും
ഉണ്ടതുകൊണ്ടോ, ഒരുമിച്ച് ഒരു മുറിയിൽ കിടന്നുറങ്ങിയത് കൊണ്ടോ ഒരു മതത്തിന്റെയും സാംസ്കാരിക പൈതൃകം തകർന്ന് വീണിട്ടില്ല എന്നറിയുക. ഒരു ജാതീയ ചിന്തകളും തലപൊക്കിയില്ല. അവിടെയൊക്കെയാണ് ഉയർന്നു പൊങ്ങിയത് ഒരു വികാരം മാത്രമാണ്, സ്നേഹമെന്ന ഒരു വികാരം. ആ സ്നേഹമെന്ന സന്ദേശമാണ് ഓണത്തിൻ്റെത്. അവരെന്റെ സഹോദരങ്ങളാണ് എന്ന വികാരം, സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സഹകരണത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ആഘോഷങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് കൊണ്ടാടി. അവിടെയും വർഗീയ ചിന്തകൾ ഫണമുയർത്തി ആടിയില്ല. ജാതി കോമരങ്ങൾ മനസ്സിൽ വിദൂര കോണിൽ പോലും ഉറഞ്ഞു തുള്ളിയില്ല. കാരണം ഞങ്ങളും മലയാളികളാണ്, ഒരമ്മയുടെ മക്കളാണ്, മലയാളത്തിന്റെ മക്കളാണ്. ഒരു ക്രിസ്ത്യാനിയല്ല, ഒരു മുസ്ലിം അല്ല, ഒരു ഹിന്ദുവല്ല, മറ്റ് ഏതൊരു ജാതിയുടെയും വക്താക്കളല്ല ഓണം ആഘോഷിക്കുമ്പോഴെന്നറിയാം. പല ദേവാലയങ്ങളിലും വിളിച്ചു പറയുന്നു ചില ദേവാലയങ്ങൾ കൂട്ടിച്ചേർത്ത് പിടിക്കുന്നു മലയാളികളായ വിശ്വാസികളെ എല്ലാവരെയും. കാരണം അവിടെയെല്ലാം ഓണം ആഘോഷിക്കുന്നത് ഐക്യത്തിൻ്റെതാണ്, സ്നേഹത്തിൻ്റെതാണ്. ആ ഒരു തലങ്ങളിൽ നിങ്ങൾ ഓരോരുത്തരും അറിയുക, ഒരച്ഛനും ഒരു ഓണത്തിനെതിരായിട്ടും ശബ്ദിക്കാതിരിക്കട്ടെ, ഒരു കന്യാസ്ത്രീയും ഈ ഓണത്തിനെതിരായി ശബ്ദിക്കാതിരിക്കട്ടെ, ഒരു കായ് വസ്ത്രധാരിയും ഈ ഓണത്തിനെതിരായി ശബ്ദിക്കാതിരിക്കട്ടെ, ഒരു മുസ്ലിം മത നേതാക്കളും മുല്ലാക്കന്മാരും ഇമാമുമാരും ഈ ഓണത്തിനെതിരെ ശബ്ദിക്കാതിരിക്കട്ടെ. ഞാൻ ആരുടെയും ഭാഗമല്ല, മലയാളികളുടെ ഭാഗമാണ്. ഞാനും ഓണം ആഘോഷിക്കുന്ന ഒരു ക്രിസ്ത്യാനിയാണ്, ക്രൈസ്തവനാണ്. അത് ഐതിഹ്യങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ടല്ല, നമ്മുടെ വിളവെടുപ്പിനെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ്. ലോഹയിട്ടവർ എന്ന് പറയുമ്പോൾ നിങ്ങൾ മറ്റൊന്ന് ചിന്തിക്കരുത്. ചില ലോഹയിട്ടവർ, എല്ലാ ലോഹയിട്ടവരല്ല, ചിലരൊക്കെ സോഷ്യൽ മീഡിയയിൽ ആവശ്യത്തിനും അനാവശ്യത്തിനും വന്ന് ലൈക്ക് കൂട്ടാനും യൂട്യൂബില് വ്യൂസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് അവർ വരുന്നത്. അല്ലാതെ അവര് നമ്മളെ ഉദ്ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. ഈ പല തലങ്ങളിൽ പോകുന്നതും അങ്ങനെയാണ്. ഇപ്പൊ ചില ലോകയിട്ടവര്, ചില ധ്യാന ഗുരുക്കന്മാര്, ചില സന്യാസികൾ, ചില സന്യാസിനികൾ, അതിന് കന്യാസികൾ എല്ലാവരും അല്ല, ചില കന്യാസ്ത്രീകളും അതിനെതിരായി പറയുന്നുണ്ട്. അതുപോലെ എല്ലാ മുസ്ലിം സഹോദരങ്ങളും അല്ല, ചില മുസ്ലിം പണ്ഡിതന്മാര്, ചില മുസ്ലിം മത നേതാക്കൾ, അവരാണ് പറയുന്നത്. എല്ലാവരും അങ്ങനെയെല്ലാം ചിന്തിക്കുക. ഈ ആഘോഷങ്ങൾക്കെല്ലാം അവരെല്ലാം ഉള്ളവരാണ്. ഇല്ലാത്തവര് മാറി നിന്ന് കുറ്റം പറയും. നാം കേട്ടിട്ടില്ലേ, മാറി നിന്ന് കുറ്റപ്പെടുത്തുന്നവർ അവരോടൊപ്പമല്ല, എന്നാൽ അവർ ശിഥിലീകരണത്തിന്റെ വക്താക്കളാണ്. പ്രിയ സ്നേഹിതരെ, എൻ്റെ മലയാളികളായ സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളെയും ഹൃദയങ്ങളെയും ഒത്തിരി ഒരുക്കാനും ഒരുങ്ങാനും പാകപ്പെടുത്താനുമുണ്ട്. അതോടൊപ്പം പക്വത പ്രാപിക്കാനും. ഓരോ സ്കൂളുകളിലും ഓണാഘോഷം നടത്തി എന്ന് പറയുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നാറുണ്ട്. ആ കുട്ടികളിൽ വളരട്ടെ ജാതിയില്ലായ്മ, അല്ലേ, ദേശസ്നേഹം. അതെ, കേരളീയ ജനതയുടെയും ഇന്ത്യയിലെയും മനുഷ്യരുടെ ഭിന്നിപ്പാണ് കാലാകാലങ്ങളിലെ ശിഥിലീകരണത്തിന് വഴിവെച്ചതും ബാഹ്യശക്തികളുടെ പ്രേരകങ്ങൾക്കും ആക്രമണങ്ങൾക്കും കാരണമാക്കിയതും. സാഹോദര്യം നമ്മുടെ കൂടെ പിറപ്പുകളായിരുന്നെങ്കിൽ ഒരു ശക്തിക്കും വംശമതരാകേണ്ടി വരില്ലായിരുന്നു. അതുപോലെ ഇന്നും വേണം കൂട്ടായ്മ. പല തീവ്രവാദ സംഘടനകളും വർഗീയ സംഘങ്ങളും കളകളുടെ വിഷവിത്തുകൾ നമ്മുടെ മനസ്സുകളിൽ തലങ്ങും വിലങ്ങും വിതയ്ക്കുന്നതും അല്ലാത്തതുമായ കാലങ്ങളും സമയങ്ങളും നോക്കാതെ പല സാഹചര്യങ്ങളെയും ചുറ്റുപാടുകളെയും കൂട്ടി വിതയ്ക്കുന്നുണ്ട്. ഒരു ദൈവിക അനുഗ്രഹത്തിലാവും അവയൊന്നും ഒരു മാറ്റങ്ങളും നമ്മിൽ വരുത്താത്തതും വളരാത്തതും. ആരുടെയെങ്കിലും മനസ്സുകളുടെ ഏതെങ്കിലും കോണിൽ അവ ചെറുതായെങ്കിലും വളരുന്നെങ്കിൽ, ആ കളകൾ ചെറുതായെങ്കിലും നമ്മെ അലോസരപ്പെടുത്തുന്നുണ്ടെങ്കിൽ ദയവായി
പിഴുതെറിയൂ. എന്നിട്ട് അവിടം ഇനി ഒരിക്കൽ പോലും മുള പൊട്ടാത്ത വിധം കരിച്ചു കളയോ. ഏറ്റവും ശക്തരാണ് എന്നൊക്കെ നാം ചിന്തിക്കുമ്പോഴും നമ്മുടെ മനസ്സുകളിൽ എവിടെയൊക്കെയോ ദുർബലമാണ്. ആർക്ക് വേണമെങ്കിലും കയറാനും താമസിക്കാനും കഞ്ഞിവെച്ച് കഴിക്കാനുമുള്ള ഇടം അവിടെ എവിടെയൊക്കെയോ കാണാം. അല്പം പോലും ഒരു സൂചി കുത്താൻ പോലും ഇടം നൽകല്ലേ. അവർക്കൊന്നും പിന്നെ കിടപ്പാടം പോലും നമുക്ക് നഷ്ടപ്പെടാം. നമ്മുടെ മഹാബലി പോലും അന്യദേശക്കാരനാകുകയാണ് ചിലരുടെ നാവുകളിലൂടെ. നമ്മളാകുന്ന അസുരഗണത്തിന്റെ സാഹോദര്യവും നന്മയും സ്നേഹവും കൂട്ടായ്മയും പരസ്പര സഹകരണവും സഹവർത്തിത്വവും ദൈവഗണമാകുന്ന വർഗീയ ശക്തികൾക്കും മത തീവ്രവാദികൾക്കും ഛിദ്രശക്തികൾക്കും സ്വീകാര്യമാവില്ല. കാരണം അവരില്ലാതെയാകും അവരുടെ നിലനിൽപ്പ്. നമ്മുടെ ഭിന്നതകളിലും നിസ്സഹകരണങ്ങളിലും വിയോജിപ്പുകളിലും ആണല്ലോ മതങ്ങളുടെ തീവ്രത. അവയുടെ ആചാരാനുഷ്ഠാനങ്ങളെക്കാൾ അവയുടെ ആത്മീയാനുഭവമാകുന്ന നന്മകൾ നമ്മുടെയൊക്കെ ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കുമ്പോഴും മറ്റുള്ളവരുടെ ജീവിതത്തിലും അതിനനുസൃതമായ മാറ്റങ്ങളെ സൃഷ്ടിക്കണം. അതിനായി പ്രാർത്ഥിക്കണം. ഈ ഓണവും നമ്മൾക്ക് ഒരുമിച്ച് പൂക്കളിടാം. സാഹോദര്യത്തിന്റെ, സഹകരണത്തിന്റെ, സഹവർത്തിത്വത്തിന്റെ, സ്നേഹത്തിന്റെ പൂക്കൾ പോലെ നാനാത്വത്തിലെ പല പല നിറങ്ങളുള്ള ആ നാനാത്വത്തിലെ ഏകത്വം പോലെ ഒരുമിക്കാം. ഗോഡ്സ് ഓൺ കൺട്രിയെ പോലെ ഒത്തുചേരാം. ഓണം അടിച്ച് പൊളിക്കാം. പ്രിയരെ, എല്ലാവർക്കും ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും ഓണം ആശംസിച്ചുകൊണ്ട് ഏവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. എന്റെയും ഞങ്ങളുടെയും കുടുംബത്തിന്റെയും ഈ ചാനലിന്റെയും ഓണാശംസകൾ നേരുകയാണ്. ഓണത്തെ പറ്റിയുള്ള പല വിഭിന്ന ചിന്തകളും അവയുടെ ആഘോഷങ്ങളെ പ്രതിരോധിച്ചതും എല്ലാവരെയും പോലെ എന്നെയും ഒത്തിരി വേദനിപ്പിച്ചിട്ടുണ്ട്. അവയെയൊക്കെ നമുക്ക് മറക്കാം. കുറച്ച് കാലത്തേക്ക്, ഈ ഓണക്കാലത്തേക്ക് ഓണത്തിന് നിറവിലേക്ക് ഊളിയിടാം. ഓണപ്പാട്ടുകളിലേക്ക്, ഓണക്കളികളിലേക്കും, ഓണസദ്യകളിലേക്കും, ഓണചിത്രങ്ങളിലേക്കും, ഓണത്തല്ലിലേക്കും നമുക്കെത്താം. ഓണച്ചിന്തകളിലേക്കും, അല്ലേ? ഓണം കൈവിട്ട് പോയി എന്ന് നാം ചിന്തിക്കണ്ട. ഓണത്തെ വെച്ച് നോക്കിയാൽ പിടിച്ച് കിട്ടില്ല. ഓണത്തെ തീർച്ചയായും ഇതിലും മനോഹരങ്ങളാകും അടുത്ത വർഷം. മാലോകരെല്ലാവരും ഒന്നുപോലെ. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ, കള്ളവുമില്ല ചതിയുമില്ല. കേട്ടിട്ടില്ലേ ആ പാട്ട്? അതുപോലെ ആകാം. മാലോകരെല്ലാരും ഒന്നുപോലെയല്ല, ഒരുപോലെ ആകാം. അന്നത്തെ മഹാബലിയുടെ, നാം പറയുന്ന ഐതിഹ്യങ്ങളിലെ മഹാബലിയുടെ ആ രാജ്യം പോലെ. ഇവർക്കും വീണ്ടും ഒത്തിരി ഓണാശംസകൾ നേരുകയാണ്. താങ്ക് യു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്കും കൂടെ ലഭിക്കുവാൻ ഷെയർ ചെയ്യാൻ മറക്കില്ലല്ലോ. ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾ ലഭിക്കുവാനായി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ.